അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് മറ്റൊരു വീഡിയോ ആണ് കേട്ടോ. 2 ദിവസമായി നമ്മൾ വീഡിയോയിലൊക്കെ വന്നിട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ ഈ കവുങ്ങ് ഇപ്പോൾ ഭയങ്കര ചൂടാണ്. കടിക്കുന്ന സമയത്ത് അല്പം മഴക്കാറുള്ളതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കറുത്ത് മൂടി കെട്ടിയിരിക്കുന്ന സമയം ഇപ്പോൾ 4 മണിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നമ്മളെ കവുങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇറിഗേഷൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന തിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായി. അപ്പോൾ പിന്നെ മറ്റുള്ള അത് കാരണം പിന്നെ പൈപ്പ് ഉള്ള പരിപാടിയും അതിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ നടക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 5 പ്രാവശ്യം ഞാനൊരു തെങ്ങ് വെച്ചിട്ട് നമ്മളെ കാട്ടുപന്നി എന്നൊക്കെ അറിയില്ലേ, പന്നി കുത്തി തള്ളിയിട്ടിട്ട് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്ന 6ാമത്തെ പ്രാവശ്യം വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ആ പന്നിനെ നമുക്കൊന്ന് ആട്ടി ഓടിക്കണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അതിനൊന്ന് കാണാത്ത സെക്യൂരിറ്റി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് അതിൻ്റെ സൈഡൊക്കെ മറക്കണം. അതുപോലെ തന്നെ ഈ കവുങ്ങ് അല്ല ഈ തെങ്ങ് വെക്കുന്ന ഈ തെങ്ങ് തടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പിന്നെ ഇപ്പോൾ ഒരു 3-4 മാസം മുന്നേ നമ്മൾ JCB വെച്ചിട്ട് കളച്ച് ഇങ്ങനെ ഏകദേശം 1 മീറ്റർ സമചതുരത്തിൽ കളച്ച് മണ്ണ് മൂടിയിട്ടാണ്. ഇതിൽ തന്നെ ഞാൻ 3-4 പ്രാവശ്യം വെച്ച് 3-4 പ്രാവശ്യം ഞാൻ വളപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇത് വെച്ചത്. അപ്പോൾ ആ വളപ്പൊടിയൊക്കെ ഇപ്പോൾ മാന്തുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ നമ്മൾ പുതിയൊരു തെങ്ങ് വെക്കൽ എങ്ങനെയാണ്? കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഞാൻ ഈ ചെത്തിക്കൊരു തടം പിന്നെ ഒന്നാമത് നമ്മളെ ഈ നിലമാണ്, പാടം ഏരിയയാണ്. അപ്പോൾ കൂടുതലായിട്ട് പറമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ കളച്ചിട്ടത് ഒന്നും കൂടിയും പിന്നെ എന്ത് പറയാം, കുറച്ചും കൂടി പിന്നെ മണ്ണ് ഇപ്പോൾ ഒരു 3 മാസമൊക്കെ ആയതെങ്ങനെങ്കിൽ മണ്ണ് കുറച്ചുകൂടി ഇളക്കുണ്ടാവും. നമ്മൾ പറമ്പൊക്കെയാണ് ഈ ചുമന്ന മണ്ണുള്ളതൊക്കെ. ഇത് നമ്മൾ ഈ പാടം പൊയില ഏരിയയായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ മണ്ണ് തറച്ചു പോകും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. എന്നാലും അല്പം കുഴപ്പമില്ലാത്തതൊക്കെ നമ്മൾ കളച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തതൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ചുറ്റുപുറം ഞാൻ കവുങ്ങിൻ്റെ തടക്കം എടുക്കാൻ നേരത്ത് എനിക്കങ്ങനെ അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ തെങ്ങ് ഇന്ന് എങ്ങനെ വെക്കൽ, ഇങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ തെങ്ങിൽ വെക്കൽ എന്നൊക്കെ ആണ്. കാരണം അങ്ങനെ ആണോ അതോ ഞാൻ വെച്ചത് ശരിയില്ലേ, ഈ ശരി അല്ലെങ്കിൽ എങ്ങനെ ശരിയാക്കുക, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ അഭിപ്രായം പറയും. തെങ്ങ് ഇനിയും നമുക്ക് ഒരുപാട് വെക്കാണ്ട്, കവുങ്ങും ഇനി ഒരുപാട് വെക്കാണ്ട്. കവുങ്ങ് വെച്ചിട്ടില്ല, ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം കവുങ്ങ് വെക്കാമെന്ന് തീരുമാനത്തിലെത്തിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെച്ചത് ഞാനിപ്പോൾ പിന്നെ നമ്മൾ ബക്കറ്റിൽ കൊടുക്കുന്ന വെള്ളം കോരി ഒഴിക്കുകയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്ലംബിങ്ങിൻ്റെ പണിക്കാനോ പിന്നെ നമ്മൾ ഈ പമ്പോസക്ക് പിന്നെ വീടിൻ്റെ വയറും കാര്യങ്ങളൊക്കെ അല്പം ഷോർട്ടായിട്ട് കാണാം, അതൊക്കെ റെഡിയാക്കേണ്ട പ്രായങ്ങളുണ്ട്. അപ്പോൾ മോട്ടറൊക്കെ ഒന്ന് ഇപ്പോൾ 6 മാസമായിട്ട് നമ്മൾ മോട്ടറൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആ മോട്ടറൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയെടുക്കണം. അപ്പോഴേ നമുക്ക് കറണ്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് വെള്ളമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മറ്റുള്ള വീഡിയോകളൊക്കെ നമുക്ക് കാണാം. ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങളെ കൃഷിയിടത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് നിങ്ങളും ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് കൂട്ടായിട്ട് നമുക്കൊരു യജ്ഞമായിട്ട് നമുക്ക് ഈ നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള കൃഷിയിടങ്ങൾ നമുക്ക് ഏതൊരാൾക്കും കുറച്ചെങ്കിലും സ്ഥലമില്ലാതെ കൊല്ലോ ഈ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്തൊക്കെ കൃഷിയാണ് ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ചെയ്യുക. ഇപ്പോൾ ഈ കവുങ്ങിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു പിന്നെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാനിടയി. അപ്പോൾ ഈ അവർ പറയുന്നത് ഈ ഫേസ്ബുക്കിൽ ആ വീഡിയോയിൽ ആൾ പറയുന്നത് കവുങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് വരുമാനം കിട്ടുന്ന ഒന്നാണ് ഈ കവുങ്ങ് എന്നുള്ള സാധനം. ഈ കവുങ്ങ് വെക്കുക. അപ്പോൾ ഒരു 4-5 നല്ല ഇനം ഈ കുള്ളം കവുങ്ങൊക്കെ കിട്ടും. ഈ കവുങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പേരന്നെ കുള്ളനാണ്. നമ്മൾ അതിനെ പിന്നെ എന്താണ് അതിനെ മോശമായിട്ട് കാണില്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ അത് വെക്കുന്നില്ല. കാരണം മറ്റുള്ള പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് പിന്നെ പെട്ടെന്ന് കായ്ഫലം വന്ന് പെട്ടെന്ന് അതിൻ്റെ കായ്ഫലം നിൽക്കും, പിന്നെ പെട്ടെന്ന് വലുതായി പോവും. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ആ കവുങ്ങിന് പറയുന്നേക്കാം. അതുകൊണ്ട് ഞാനത് വെച്ചിട്ടില്ല. ഞാൻ കാസർഗോഡ് നിന്ന കവുങ്ങാണ് വെച്ചിട്ടുള്ളത്. 4-5 വർഷം കഴിയുമ്പോൾ നല്ല രീതിയിൽ പരിചരണം കൊടുക്കുകയാണെങ്കിൽ അത് 4-5 വർഷത്തിനുള്ളിൽ കായ്ക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാനത് വെക്കാൻ കാരണം. പിന്നെ ഞാൻ എൻ്റെ മറ്റൊരു സ്ഥലത്ത് മോഹിനഗർ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇപ്പുറത്ത് ഞാൻ കാസർഗോഡം വെച്ചിട്ടുണ്ട്. അങ്ങനെ പലതും. ഇപ്പോൾ ഞാൻ 3ാമത്തതാണ് ഞാനിപ്പോഴുള്ള ഈ റബ്ബർ മുറിച്ച സ്ഥലത്ത് ഈ കവുങ്ങ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കൃഷിയുടെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഞാൻ ഈ തെങ്ങ് എങ്ങനെ വെക്കുന്നത്, ഈ തെങ്ങിന് മറ എങ്ങനെ കൊടുക്കുന്നത്. ഇനി ആ പന്നി ഒന്ന് കുത്താൻ പാടില്ല, കുത്തിക്കഴിഞ്ഞാൽ പന്നിക്ക് വല്ലതും പറ്റണം, ആ രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോയി വരാം. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് പരിപാടി കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇനി തൊട്ടടുത്ത ദിവസം മറ്റുള്ള വീഡിയോകളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹനം ചെയ്യുക. ഫേസ്ബുക്കിൽ നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.
പറഞ്ഞ 1 മീറ്റർ സമചതുരത്തിൽ ഇട്ട ഒരു സമതലം താഴ്ച 1 മീറ്റർ, അതുപോലെ തന്നെ വീതി നീളം ഒക്കെ സമചതുരത്തിൽ 1 മീറ്ററിലാണ് JCBൻ്റെ 2 ബക്കറ്റ് വ്യാസത്തിലാണ് ഇത് കുത്തിക്കളച്ച് മണ്ണിട്ട് മൂടിയിട്ടുള്ളത്. ഇപ്പോൾ അത് 2-3 മാസമായി, മഴയൊക്കെ പെയ്ത് തറച്ചുണ്ടാവും. എന്നാലും അതിൻ്റെ ഒരു ഇളക്കം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിനി കുഴി എടുക്കാനൊന്നും പോകുന്നില്ല. നേരെ നമുക്ക് കുഴി കുത്തിയിട്ട് നമ്മൾ തെങ്ങ് വെക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പുല്ല് ചെത്തി ഇനി നമുക്ക് തെങ്ങ് വെക്കാനുള്ള കുഴി കുത്താം. കുഴി എന്നാൽ തെങ്ങ് ഭാഗത്തുള്ള ഒരു കുഴിയാണ്. ഓൾറെഡി കുഴി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 5 പ്രാവശ്യം വെച്ച കുഴി ഇവിടെ ഉണ്ട്. 5 പ്രാവശ്യം വെച്ചത് ഇവിടെ പന്നി കുത്തിമുറിച്ച തെങ്ങിൻ്റെ കല്ലൊക്കെ ഇവിടെ കാണുന്നുണ്ടോ, ഇവിടെ ഈ അടിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ. ഈ പാട ഏരിയ ആയതുകൊണ്ട് നനവിനൊന്നും യാതൊരു കുറവുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഈ ഡ്രൈ ആയിട്ടുള്ള മണ്ണ് നമുക്കൊരു കരണ്ടിയൊക്കെ ഇവിടെ ഒന്ന് കൊടുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഈ പൊടിച്ച ചാണകപ്പൊടിയാണ്, നമ്മളെ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയതാണ്, കഴിഞ്ഞ വർഷം കിട്ടിയതാണ്. അതുകൊണ്ട് ഇങ്ങനെ വറുത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ടു. ഇനി നമുക്കത് ഒന്നും കൂടി ഇളക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് തെങ്ങ് കേട്ടോ. ഇത് കുറ്റ്യാടി ഇനത്തിലൊരു തെങ്ങും തൈയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞില്ല, ഈ ബാച്ചിനൊപ്പം വാങ്ങി വെച്ചത്, വെക്കാതെ പുറത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ അപ്പോൾ പറിച്ചു കൊടുക്കാണ്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് ഈ പോയ സ്ഥലത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഞാൻ ചെയ്യുന്ന ഈ തെങ്ങ് വെക്കുന്ന രീതി ശരിയാണോ ഇല്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മളൊരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ നമ്മൾ വാപ്പയൊക്കെ പാരമ്പര്യമായിട്ട് പറയുകയാണെങ്കിൽ തെങ്ങ് കർഷകനാണ്, കവുങ്ങ് കർഷകനാണ്. അദ്ദേഹം എപ്പോഴും ഈ പ്രായത്തിലും അദ്ദേഹം കവുങ്ങ് പാട്ടത്തിന് എടുത്ത് ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളതിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളെ കാഴ്ചപ്പാടിൽ ഞാൻ ഈ വെക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇത് വലുതായിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ, ഇനി എപ്പോഴും ഞങ്ങൾ വീഡിയോ കാണുമല്ലോ, അപ്പോൾ ഇത് വലുതായത് നമുക്ക് കാണാം. എങ്ങനെയുണ്ട് ഇത്, പന്നി കുത്തിക്കണോ ഇല്ലേ നമുക്കൊന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ വെക്കണം. അപ്പോൾ കവുങ്ങ് വെച്ചു. കാരണം ഇത് അധികം താഴ്ത്തി വെക്കാത്ത പറഞ്ഞാൽ പാട ഏരിയയാണ്. ഈ പാട ഏരിയ പറഞ്ഞാൽ ഇതിപ്പോൾ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം നിൽക്കുന്ന ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണിത് ഇത്ര താഴ്ചയിൽ വെക്കുന്നത്. ഇനി നമുക്കിത് മണ്ണൊക്കെ ഇട്ടിട്ട് കുറച്ച് പൊക്കിയിട്ട്, കാരണം ഈ കല്ലം ഇപ്പോൾ ഇങ്ങനെ പൊന്തി ഇങ്ങനെ ഈ നാളികേരം അതായത് ഈ തെങ്ങ് ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നേക്കാം ഇതിൻ്റെ ഈ കല്ല, അതായത് അതിൻ്റെ വേര് മേലേക്ക് വരും. ഈ മേലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്, കായ്ഫലം കുറയും. നമ്മളൊക്കെ ഒരുത്ത് പറയുന്നത് കേട്ടതാണ്, കുറയുന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളെന്താ ഇവിടെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടത്തിനനുസരിച്ച് ഇനി ഓരോ വർഷം കഴിയുന്തോറും തടം പൊക്കി ഏകദേശം ഈ ലെവലിന് ആവോളം നമ്മൾ മണ്ണിട്ട് പൊക്കും. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര അങ്ങനെ പൊക്കി വെച്ചത്. അപ്പോൾ ഈ വെള്ളം നിൽക്കുന്ന ഏരിയ ആണ് തുടങ്ങും. നമ്മൾ വലിയ കാനയൊക്കെ കയറിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ എത്ര നല്ല കുറച്ച് 1-2 ആഴ്ചയായിട്ട് നല്ല ചൂടാണ്. എന്നാലും അടിയിൽ നല്ല വെള്ളത്തിൻ്റെ ജലാംശത്തിന് അംശമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ താഴ്ത്തി വെക്കാത്തത് കേട്ടോ. ഓക്കെ, ഇത് 6ാമത്തെ തവണയാണ് ഈ തെങ്ങ് വെക്കുന്നത് കേട്ടോ. ഇതിനി നമ്മൾ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഇനി പന്നി കുത്തുന്നുണ്ടോ ഇല്ലേ നമുക്ക് കണ്ടറിയാം. ഇത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തെങ്ങ് തടത്തിൽ വെള്ളം നിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ വെള്ളം പോകുന്ന ചാലൊന്ന് വൃത്തിയാക്കി കൊടുക്കട്ടോ. വൃത്തിയായി പുല്ലൊക്കെ പുല്ല് ഏത് സമയത്തും മുളക്കും. അപ്പോൾ ഇനി വലുതാകുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡൊന്നും മറക്കട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. നമുക്കിങ്ങനെ മറക്കാണ്, സൈഡ് മറ കൊടുക്കും. അപ്പോൾ ഒരു കാല് താത്തിട്ടോ. അപ്പോൾ ഈ സൈഡ് മറക്കുക കേട്ടോ.
ഈ മറക്കൽ ഇല്ലെങ്കിൽ നമ്മളെ ഈ 6ാം തവണയും പന്നികൾ കുത്തും. അപ്പോൾ ആ പന്നികൾ കുത്താതെക്കാനാണ് ഞാനിപ്പോൾ അത് മറക്കണം കേട്ടോ. ഇത് നമ്മളെ വാപ്പയൊക്കെ പിന്നെ ഇത് 4 വർഷം അടിച്ചിക്കാണ്ടോ ചെയ്യൽ. നമ്മളിത് എളുപ്പപ്പണിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാട്ടുന്നത്. അടിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ കയറെടുത്ത് കെട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഒരറ്റം നമ്മൾ പിടിപ്പിച്ചു. ഇനി ഇത് റൗണ്ട് ചെയ്യാൻ ഇതിങ്ങനെ വലിച്ചു പിടിക്കുക. അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ കുത്തിയിട്ട് നേരത്തെ ചെയ്തതുപോലെ ഇനി ഇതുപോലെ അടിയിൽ നിന്ന് പിടിച്ച് വല കെട്ടി ഇനി നമുക്ക് ഈ അധികം ഉള്ളത് മുറിച്ച് കളയാം. അപ്പോൾ ഞാൻ കാട്ടുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ വെക്കുക, ഇതുപോലെ ഇവിടെ മുറിക്കുക. ബ്ലേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എടാ അങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിറലായി. നമുക്കത് അകന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മേടി ഉറപ്പിക്കാം. അതിങ്ങനെ വലിച്ചു പിടിച്ച് അപ്പോൾ നല്ല ബലമായി. അപ്പോൾ നമ്മൾ തെങ്ങ് വെച്ചു, മറയൊക്കെ കെട്ടി, മറയൊക്കെ സെറ്റപ്പാക്കി. അപ്പോൾ ഇതുപോലെയാണ് ആ കാണുന്നതൊക്കെയാണ് നമ്മൾ തെങ്ങാണ് ഈ മറച്ച് കാണുന്നത്. ഈ പച്ച നിറത്തിലൊക്കെയാണ് കേട്ടോ നമ്മൾ തെങ്ങ് തഴി മറച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനടിയിൽ കൂടി കവുങ്ങും കാണും ഇതുപോലെ. ഓക്കെ.